അതിന്റെ ഉത്തരം സിമ്പിളാ. ചെക്കപ്പ് കഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കുന്ന റിപ്പോർട്ടിൽ ശിവാനി പ്രഗ്നന്റേ അല്ല എന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്ത് കളയുമെന്ന പേടി. പക്ഷേ മോള് ശരിക്കും ഞെട്ടിയത് കോടതിയിൽ ഹാജരാക്കിയ റിപ്പോർട്ടിൽ മോളുടെ വയറ്റിൽ ഇരട്ട കുട്ടികളുണ്ട് എന്ന് കണ്ടപ്പോഴാണ്, അല്ലേ? അത് കഴിഞ്ഞ് നാളിത്രയായിട്ടും മോൾ അന്വേഷിച്ചിരുന്നോ ഇല്ലാത്ത ഗർഭം എങ്ങനെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് രൂപത്തിൽ കോടതിയിൽ എത്തിയെന്ന്? ഇല്ലാത്തതോ? ഞാൻ പ്രഗ്നന്റ് അല്ലെന്ന് ആരാ പറഞ്ഞേ? കുട്ടിക്കുരങ്ങാ ശിവാനി നീ. പക്ഷേ കരണം മറിച്ചിൽ ഒരുപാട് പഠിച്ചു കഴിഞ്ഞവനാ മോളെ ഈ CKC. കള്ളം അതെന്നോട് പറയാൻ നിൽക്കണ്ട. കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു ഉത്തരവ് വന്നതും ആ ഡോക്ടറെ ചട്ടം കെട്ടി അതുപോലൊരു വീഡിയോയും റിപ്പോർട്ടും നിനക്ക് വേണ്ടി തരപ്പെടുത്തിയതും ഈ ഞാനാ മോളെ. ഇനി കളി എന്റെ കയ്യില. ഞാൻ തീരുമാനിക്കും ശിവാനി എന്ത് ചെയ്യണമെന്ന്. ആലോചിക്കേ, നന്നായി ആലോചിക്കേ. എന്നിട്ടൊരു തീരുമാനം പറ. 50% എനിക്ക് തരുന്നോ അതോ ഈശ്വരമംഗലത്തിന് പുറത്തു പോകുന്നോ എന്ന്? മറുപടി ഇപ്പൊ വേണ്ട. വീട്ടിൽ പോയി നന്നായിട്ട് ആലോചിക്ക. എന്നിട്ട് വിവരം അറിയിച്ചാൽ മതി. അല്ലെങ്കിൽ വിവരം അറിയും. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. മോള് വേഗം വീട് പിടിക്കാൻ നോക്ക്. ഇനി കളി എന്റെ കയ്യില. ഞാൻ തീരുമാനിക്കും ശിവാനി എന്ത് ചെയ്യണമെന്ന്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കള്ളി വെളിച്ചത്തായി നാണം കെട്ട് ഈശ്വരമംഗലത്തെ പടി ഇറങ്ങേണ്ട ഗതികേട് എന്റെ മോൾ ഉണ്ടാക്കി വെക്കരുത്. അറിയാലോ, അങ്ങനെ ഗതി കെട്ട് ആ വീട്ടിലേക്ക് എങ്ങനെ കയറി വന്നാ നിന്റെ അച്ഛൻ 4 അതിരിൽ പോലും കേറ്റില്ല. ഇനി ഈ പ്രഗ്നൻസി അധികം വച്ച് നീട്ടുന്നത് ബുദ്ധിയല്ല. എന്തെങ്കിലും ഒരു തീരുമാനം ഉടനെ ഉണ്ടാക്കിയേ പറ്റൂ. യെസ്, അത് തന്നെയാ വഴി. ഒരു അത്യാവശ്യത്തിന് വിളിച്ച ഫോൺ കൊടുക്കൂല അമ്മ. എന്താടി മോളെ, എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? അമ്മയ്ക്ക് കുഴപ്പമുണ്ടാവുന്നതിനെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. നല്ലത് സംഭവിക്കുന്നൊന്ന് ചിന്തിച്ചൂടെ? നീ കാണിച്ചു കൂട്ടുന്ന ഓരോ പരിപാടികൾ വെച്ച് നോക്കിയാ നല്ലത് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലും മണ്ടത്തരമായി പോവും. കരുനാക്കടുത്ത് വളച്ചോളും. ഞാൻ പറയുന്ന അമ്മയ്ക്കൊന്ന് കേൾക്കാൻ പറ്റുമോ? നീ ഇപ്പൊ എന്തിനാ വിളിച്ച് അത് പറ. അതെ, നാളെ രാവിലെ ഒരു 9 മണിയാവുമ്പോ അമ്മ ഈശ്വരമംഗലം വരെ ഒന്ന് വന്നേക്കണം. അതെന്തിന്? എന്നെയും കൂടി വിളിച്ച് സാക്ഷിയായി നിർത്തി നീ പ്രഗ്നന്റ് അല്ലാന്ന സത്യം എല്ലാവരെയും അറിയിക്കാനാണോ? ദേ പെണ്ണെ, ഞാനെങ്ങും വരില്ല. എനിക്ക് വയ്യ അവിടെ കിടന്ന് അടിയൊള്ളാൻ. കിട്ടുന്നതേ നീ തനിച്ചങ്ങ് വാങ്ങിക്കൂട്ടിക്കോ. എന്റെ പൊന്നമ്മ, അടിയൊന്നും കൊള്ളൂല. തൽക്കാലം അമ്മയ്ക്കൊന്ന് എന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? അത് മാത്രം പറഞ്ഞാ മതി. നാളെ 9 മണിക്ക് ഞാൻ ഈശ്വരമംഗലത്ത് വരണോ? വന്നിട്ട് എന്ത് ചെയ്യാനാ? അമ്മ ഗേറ്റിലെത്തുമ്പോ എന്നെ ഒന്ന് വിളിക്കണം. എത്തിയെന്നൊരു അറിയിപ്പ് എനിക്ക് തരണം. അറിയിപ്പ് തന്നിട്ട് പിന്നെന്ത് ചെയ്യണം? നേരെ ഹാളിലേക്ക് കയറി വരണം. അവിടെ പാർവതി എന്റെയും വസുന്ധര എന്റെയൊക്കെ ഇരിപ്പുണ്ടാവും. അവരോടൊക്കെ എന്തെങ്കിലുമൊക്കെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഒന്നും അറിയാത്ത ഭാവത്തിൽ അവിടെ അങ്ങനെ ഇരിക്കണം. അപ്പൊ നീയോ? നീ എവിടെ പോവും? എന്റെ പൊന്നമ്മ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എന്നെ അന്വേഷിച്ച് മുറിയിലോട്ടൊന്നും വന്നേക്കരുതെന്നൊരു സൂചന നൽകിയതാ.
താഴെ ഹാളിൽ തന്നെ വർത്താനൊക്കെ പറഞ്ഞങ്ങ് ഇരുന്നാ മതി. ആ വർത്താനം പറഞ്ഞിരിക്കാം. എന്നിട്ട് വർത്താനം പറഞ്ഞിരിക്കുമ്പോ അവിടെ ഒരു സംഭവം നടക്കും. സംഭവം നടക്കുന്നു? എന്ത് സംഭവം? അതൊക്കെ അമ്മ അപ്പ അറിഞ്ഞാ മതി. ഇടി അപ്പൊ അറിയാന്ന് വെച്ചാ എനിക്കും എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? ഇടി ഒത്തുപിടിച്ച് നിക്കണ്ടേ? അതിനല്ലേ ഞാൻ ചോദിക്കുന്നേ. എന്താ നീ അവിടെ കാണിക്കാൻ പോകുന്നെന്ന് പറ. അമ്മ ഇപ്പൊ പറഞ്ഞ വാക്കില്ലേ, ഒത്തുപിടിച്ച് നിൽക്കുക. ആ, അത് മനോധർമ്മം പോലെ അങ്ങ് അഭിനയിക്കുക. എടി എന്നാലും ഇതെന്തോ തീക്കളിയാന്ന് തോന്നുന്നു. എനിക്ക് പേടിയാവാട്ടോ. അമ്മേ, പ്രണവ് വന്നെന്ന് തോന്നുന്നു. ഞാൻ വയ്ക്കാണേ. അപ്പൊ നാളെ രാവിലെ 9 മണി മറക്കണ്ട. ശരി, അപ്പൊ ഗുഡ് നൈറ്റ്. ഞാൻ സ്റ്റെപ്പ് കയറി വരുമ്പോ ആരടുത്തോ തകർത്ത് സംസാരിക്കുന്ന കേട്ടല്ലോ. എന്തു പറ്റി? ഞാൻ വരുന്ന മനസ്സിലാക്കിയിട്ടാണോ ഫോൺ കട്ടാക്കിയത്? പ്രണവിനിപ്പോ വന്ന് സംശയം തുടങ്ങിയ. ഞാൻ ആരെ വിളിച്ചെന്നാ ഈ പറയുന്നേ? അത്രയ്ക്ക് വിശ്വാസമില്ലെങ്കിൽ എന്താ ഈ ഫോൺ നോക്ക്. നോക്ക്, അവസാനം ഞാൻ വിളിച്ചേക്കുന്ന ആരാണെന്ന് നോക്ക്. അപ്പൊ അറിയാലോ. നോക്ക്, വേണമെങ്കിൽ നമ്പർ കൂടി നോക്കി കൺഫേം ചെയ്തോ. നമ്പർ എന്റെ അമ്മയുടെ തന്നെയാണെന്ന് ഉറപ്പിക്കാലോ. നീ നിന്റെ അമ്മയാണ് വിളിക്കുന്നെങ്കിൽ അത് വേണം സൂക്ഷിക്കാൻ. അതിന് വലിയ അപകടം വരെ വരാനല്ലോ. പ്രണവെ തോൽപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ ഇങ്ങനൊന്നും പറയില്ല കേട്ടാ. ഒരു ഭാര്യയുടെ മനസ്സ് തിരിച്ചറിയാൻ അല്പമെങ്കിലും ഒന്ന് ശ്രമിക്ക്. പ്രഗ്നന്റ് ആയൊരു പെണ്ണ് ഭർത്താവിൽ നിന്ന് എന്തൊക്കെ ആഗ്രഹിക്കുന്ന പ്രണവൻ അറിയൂ. കുറച്ച് സ്നേഹം, കരുതൽ, നീ സുഖമായിരിക്കുന്നോന്ന് ഒരു ചോദ്യം, അങ്ങനെ എന്തെങ്കിലും പ്രണവന്റെ ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടുന്നുണ്ടോ? ഒന്നല്ല, പ്രണവിന്റെ 2 കുഞ്ഞുങ്ങളെ ഞാൻ എന്റെ വയറ്റിൽ ചുമക്കുന്നത്. ഈ മുറിക്കുള്ളിലിരുന്ന് വീർപ്പ് മുട്ടുന്ന എനിക്ക് മനസ്സ് തുറന്ന് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണ്ടേ? എന്റെ അമ്മയല്ലാതെ വേറെ ഈ ലോകത്ത് ആരെങ്കിലും ഉണ്ടോ നിനക്ക് എങ്ങനെയുണ്ട് മോളെന്നൊന്ന് ചോദിക്കാനായിട്ട്? ഇനിയിപ്പൊ അമ്മയെ വിളിക്കുന്നത് വല്ല തെറ്റായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടമല്ലെങ്കിൽ പറ, ഞാൻ അത് നിർത്തിയേക്കാം. പ്രണവെ, ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കിക്കോ. പിറക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ ആരോഗ്യം എന്ന് പറയുന്നത് അമ്മയുടെ ഇപ്പോഴത്തെ സന്തോഷം പോലെ ഇരിക്കും. വെറുതെ എനിങ്ങനെ വിഷമിപ്പിക്കില്ല പ്രണവേ. നീ ഒരു കാര്യം തിരിച്ചു മനസ്സിലായിക്കൂ. നീ ചെയ്തു കൂട്ടിയ പ്രവൃത്തികൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും നിന്നെ സഹിക്കുന്നതും നീ എൻ്റെ മുറിയിൽ ഭാര്യ എന്നുള്ള ലേബലിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരേ ഒരു കാര്യം കൊണ്ട് മാത്രം. എൻ്റെ കുഞ്ഞുങ്ങൾ നിന്റെ വയറ്റിൽ വളരുന്നു എന്നുള്ളത് ഒറ്റ കാര്യം. ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് എൻ്റെ കുഞ്ഞുങ്ങളുടെ വരവിന് വേണ്ടി മാത്രമാണ്. അറിയത്തില്ല, എനിക്ക് അത്രയേറെ കൊതിക്കുന്നുണ്ട്. ഞാൻ അതിനെ ആഗ്രഹിക്കുന്നുണ്ട്. ഇത്രയെങ്കിലും കേൾക്കാൻ പറ്റിയല്ലോ എനിക്ക്. എന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞുങ്ങളോടെങ്കിലും സ്നേഹമുണ്ടല്ലോ. മതി, അത്രയും മതി എനിക്ക്. ബാക്കിയൊക്കെ ഞാൻ സഹിച്ചോളാം. എന്റെ വിധിയെന്ന് ഞാൻ കരുതിക്കോളാം. എൻ്റെ കുഞ്ഞുങ്ങളെ നീ വയറ്റിൽ ചുമന്നില്ലായിരുന്നെങ്കിൽ നിന്റെ വിധി മറ്റൊന്നായി പോയേനെ. ഒരു കാര്യം ഞാൻ പറയാം, നിനക്ക് കിട്ടുന്ന എല്ലാ പരിഗണനയും ഞാൻ പ്രാണന തുല്യം സ്നേഹിക്കുന്ന പിറക്കാൻ പോകുന്ന എൻ്റെ കുഞ്ഞുങ്ങളുടെ പേരിലാണ്. അത് ഓർത്തോ. കുഞ്ഞുങ്ങള് പ്രാണനാണ് പോലും. ആ പ്രാണന്റെ കാര്യത്തില് ഞാനൊരു തീരുമാനം ഉണ്ടാക്കി തരാം. ആ സെന്റിമെന്റ്സിൽ നിന്റെ സ്നേഹം ഞാൻ തിരിച്ചു പിടിക്കുകയും ചെയ്യും പ്രണവേ. ഹലോ അമ്മേ, എവിടെ എത്തി? ഞാനീ ഈശ്വരമംഗലത്തിന്റെ മുന്നിൽ തന്നെ ഉണ്ട്. ഓട്ടോയിൽ തന്നെ ഇരിക്കുക. എന്തിനാ ഓട്ടോ തന്നെ ഇരിക്കുന്നേ? ഇറങ്ങി വന്ന് അകത്തേക്ക് കയറ്. അകത്ത് കയറി അവിടെ ചെന്നിരുന്ന് സംസാരിക്കാൻ പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അതിനുശേഷം എന്ത് വേണമെന്ന് നീ പറഞ്ഞില്ലല്ലോ. അതിപ്പോ അമ്മ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്നലെ പറഞ്ഞതുപോലെ തക്കം നോക്കി കൈ നിട്ടക്കം കളിച്ചോണം. എടി, എന്നാലും എനിക്കൊരു സൂചനയെങ്കിലും നീ താ.
ഞാൻ എന്താ അവിടെ ചെയ്യണ്ടേ? ഓ എന്റെ അമ്മ വെറുതെ സമയം കളയല്ലേ. അമ്മ അങ്ങോട്ട് ചെന്ന് ആ ഹാളിൽ കയറിയിരിക്കെ. എന്നിട്ട് അവിടെ ഉള്ളവരോടൊക്കെ കൊച്ചു വർത്താനം പറയേ. ബാക്കിയൊക്കെ തരം പോലെ നടന്നോളും. ശരി ശരി, ദേ ഞാൻ ഇറങ്ങുവാ. ശരിയെങ്കിൽ